ചെറുകിട വ്യാപാരികൾ തകരുമ്പോൾ ലാഭം കൊയ്യുന്നതാര്? ന്യൂസ് ടുഡേ വിഷൻ സ്പെഷ്യൽ സ്റ്റോറി. സാധാരണ ജനങ്ങളുമായി നേരിട്ട് ഇടപെടുന്നവരാണ് ചെറുകിട വ്യാപാരികൾ. ഡയറക്റ്റ് മാർക്കറ്റിംഗിലൂടെ വ്യാപാരി സമൂഹം ഉപഭോക്താക്കളുമായി പ്രത്യേക ബന്ധം തന്നെ സ്ഥാപിക്കുന്നുണ്ട്. ഓൺലൈൻ വ്യാപാരം ഇപ്പം നമ്മുടെ കേരളത്തിലെ മുഴുവൻ വ്യാപാരികളെയും വമ്പിച്ചൊരു പ്രതിസന്ധിയിലേക്ക് കൂടിയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. കാരണം തൊഴിൽ ഈ പറയുന്ന പോലെ എല്ലാ മേഖലയിലും ഇപ്പോൾ അവരുടെ കടന്നുകയറ്റാണ് ഉണ്ടായിട്ടുള്ളത്. അത് ചെറുകിട വ്യാപാരികൾക്ക് ഏറ്റവും വലിയൊരു ദോഷം തന്നെയാണ്. പല വ്യാപാരികളും ആത്മഹത്യയുടെ വക്കിലാണുള്ളത്. പല സ്ഥലങ്ങളിൽ നിന്ന് ലോൺ എടുത്തിട്ടും അതുപോലെ തന്നെ പല സ്വർണ്ണങ്ങളും പണയം വെച്ചിട്ടാണ് വ്യാപാരം ഇവിടെ നടത്തുന്നത്. പക്ഷേങ്കിൽ ഇപ്പോഴത്തെ ഈ ഓൺലൈൻ വ്യാപാരം തടിച്ചു കൂടിയതുകൊണ്ട് അത് ഭയങ്കര പ്രതിസന്ധിയിലാണ്. നമ്മുടെ രാജ്യത്തെ സമ്പദ്ഘടനയിൽ ഒരു കാലത്ത് നിർണായകമായ സ്വാധീനം ചെലുത്തിയിരുന്നത് ചെറുകിട വ്യാപാര മേഖലയായിരുന്നു. എന്നാൽ ഡോക്ടർ മൻമോഹൻ സിംഗ് സർക്കാർ ആഗോള നയങ്ങൾ നടപ്പിലാക്കിയതോടുകൂടി ഇന്ത്യൻ മാർക്കറ്റിംഗിലും ബഹുരാഷ്ട്ര കുത്തകകളുടെ കുത്തൊഴുക്കുണ്ടായി. ഓൺലൈൻ വ്യാപാരം വന്നത് മുതൽ സാധാരണ കച്ചവടക്കാർ തികച്ചും പൂട്ടിപ്പോണ്ട ഗതിയിലാണ്, പൂട്ടിപ്പോണ്ട സ്ഥിതിവിശേഷത്തിലാണ്. അപ്പോൾ ഇവിടുന്ന് ഇരിട്ടി മുതൽ കാക്കയങ്ങാട് വരെ പരിശോധിച്ച് നോക്കിയാൽ എല്ലാ കടകളും അടഞ്ഞു കിടക്കലാണ്. ഒന്നാമത് റൂമിൻ്റെ വാടകേൻ്റെ പ്രശ്നങ്ങൾ, വലിയ പൈസ അത് 1000 കൊടുക്കുക, പിന്നെ പിറ്റത്തെ കൊല്ലാകുമ്പോഴേക്ക് 2000 ഇങ്ങനെ കൂടിക്കൂടി വരുന്നതുകൊണ്ട് ഒരിക്കലും മുമ്പോട്ട് പോകാൻ കഴിയുന്നില്ല. പിന്നെ ചെറുകിട കച്ചവടക്കാർ തികച്ചു ആത്മഹത്യേൻ്റെ വക്കിലാണ്. എന്നുവെച്ചാൽ ഒന്നിനെ കൊണ്ട് ഒപ്പിക്കാനാകുന്നില്ല. പിന്നെ ചെറിയ സാധനങ്ങൾ വന്ന് ഈ കടയിൽ നിന്ന് വാങ്ങുകയും ബാക്കിയുള്ള സാധനങ്ങൾ ഓൺലൈനിൽ പർച്ചേസ് ചെയ്യുന്നു അവർ. അതുകൊണ്ട് ഒരിക്കലും മുമ്പോട്ട് പോകാൻ പറ്റുന്നില്ല. കച്ചവട സ്ഥാപനങ്ങളിൽ അടഞ്ഞുകൊണ്ടേ ഇരിക്കലാണ്. ഈ നിലയിൽ പോയി കഴിഞ്ഞാൽ ജനങ്ങളെല്ലാം ആത്മഹത്യ ചെയ്യേണ്ട വക്കിലാണ്. കച്ചവടക്കാർ തികച്ചു ആത്മഹത്യ ചെയ്യും. ആ സ്ഥിതിയിലാണ്. ബഹുരാഷ്ട്ര കുത്തകകളുടെ സൂപ്പർ മാർക്കറ്റുകൾ വൻ നഗരങ്ങളിൽ മാത്രമല്ല ചെറുനഗരങ്ങളിലും കൂണുകൾ പോലെ ഉയരാൻ തുടങ്ങി. ചെറുകിട വ്യാപാര മേഖല ഇതോടെ തളരാൻ തുടങ്ങി. ഈ മേഖലകളിൽ പ്രത്യക്ഷമായും പരോക്ഷമായും ജോലി ചെയ്യുന്ന ലക്ഷക്കണക്കിന് ആളുകൾ പെരുവഴിയിലാകാൻ തുടങ്ങി. ഓൺലൈൻ വ്യാപാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ കച്ചവടക്കാരും ഓൺലൈനെ കൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ട്. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൺലൈനിൽ പല കമ്പനിക്കാരും നമ്മൾക്കല്ല ഏജൻസിക്ക് കൊടുക്കുന്ന റേറ്റിനാണ് കമ്പനിക്കാർ കൊടുക്കുന്നത്. കമ്പനിക്കാരുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവർക്ക് റെപ്രസെന്റേറ്റീവ് വേണ്ട, ബൾക്ക് പർച്ചേസാണ് ഓൺലൈൻകാർ എടുക്കുന്നത്. ഇപ്പോൾ ഒരു കമ്പനിക്കാർ ഒരു കച്ചവടക്കാരന് എടുക്കുന്ന ഒരു 100 പെട്ടി എടുക്കുമ്പോൾ ഏജൻസി ഒരു 1000 പെട്ടി എടുക്കുകയാണെങ്കിലും മറ്റൊരു അതിൽ കൂടുതൽ സാധനങ്ങൾ അവർ പർച്ചേസ് ചെയ്യും. അപ്പോൾ അവർക്ക് എന്ത് കാര്യം ഇടനിലക്കാർ വേണ്ട, വണ്ടി ഓടേണ്ട കാര്യങ്ങളുണ്ട്. ആ ഒരു റേറ്റിലാണ് അവർ ഓൺലൈനിൽ കൊടുക്കുന്നത്. അതിൽ ഒരുപാട് ആൾക്കാർ വഞ്ചിതരാകുന്നവരാണ്. വെക്കുന്നുണ്ടാവുക ആ സാധനത്തിൻ്റെ മുകളിൽ 3200 രൂപയ്ക്ക് വെക്കുമ്പോൾ 515 രൂപ GST വരുന്നുണ്ട്. ആർക്ക്? ഗവൺമെന്റിന് കിട്ടുന്നുണ്ട്. ഒരു 18% എന്ന് പറയുമ്പോൾ 450 രൂപയായി. പ്ലസ് ടാക്സ്, അതിന്റെ സെസ് എല്ലാം കൂടി കണക്ക് കൂട്ടുമ്പോൾ മറ്റുള്ള ചെലവെല്ലാം കൂടുമ്പോൾ ഒരു കച്ചവടക്കാരന് അത് 3015-3020 രൂപയോളം ഏകദേശം കോസ്റ്റ് വരും. പോരാ തന്നെ ഇപ്പോൾ പുതിയ ഏർപ്പാട് ഗവൺമെന്റ് ശമ്പളം വാടകയ്ക്ക് 18% GST വീണ്ടും പിടിച്ചിരിക്കുന്നു. അതും കച്ചവടക്കാരന്. അപ്പൊ ഇത് വാറ്റിന് പകരം GST കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയതോടെ വ്യാപാര മേഖലയുടെ തകർച്ചയും ഗതിവേഗം തുടങ്ങിയെന്ന് വ്യാപാരി സംഘടനകൾ തന്നെ ചൂണ്ടിക്കാട്ടുന്നു. ഇത്രയും അരക്ഷിതമായ മേഖലയാണ് ആമസോണും ഫ്ലിപ്കാർട്ടും അടക്കമുള്ള ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ പിടിമുറുക്കുന്നത്. നമ്മൾ കൊടുക്കുന്നതിനെക്കാട്ടും കൂടുതൽ റേറ്റ് കുറച്ചിട്ടാണ് അവർ കൊടുക്കുന്നത്. പൊതുവെ നോക്കുമ്പോൾ ഇപ്പോഴത്തെ സ്ഥിതിയിൽ കച്ചവടം കുറവല്ല. അങ്ങനെയൊന്നും പൊതുവായിട്ടെല്ലാം കിട്ടുന്നതാണ്. പക്ഷേ ഓൺലൈൻ വ്യാപാരം കാരണം നമ്മുടെ ഇത് പൊതുവെ കുറവ് തന്നെയാണ്. അതെ, കൊടുക്കുന്നുണ്ട്. വമ്പൻ ഓഫറുകളുമായി ഇവർ ഉപഭോക്താക്കളെ തേടിയെത്തിയതോടെ ന്യൂ ജനറേഷൻ ഉപഭോക്താക്കൾ അവർക്ക് പിന്നാലെയായി. ഇതോടെ 2024 പിന്നിടും മുൻപേ രാജ്യത്ത് 2 ലക്ഷത്തോളം ചെറുകിട കച്ചവട സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടിയതായുള്ള കണക്കുകളാണ് പുറത്തുവരുന്നത്. വെച്ച് പണിയെടുക്കുമ്പോൾ വാടക പോലും കൊടുക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്ക് വ്യാപാരികൾ മൂക്കുത്തിയിട്ടുണ്ട്. അപ്പോൾ കേരളത്തിൽ തന്നെ ഒരുപാട് കടകൾ പൂട്ടിക്കിടക്കുന്ന കണ്ണൂർ ജില്ലയിൽ തന്നെ കണ്ണൂർ മുതൽ ഇരിട്ടി വരെയിൽ പിന്നെ ഒരു ഹൈവേ തന്നെ 3268 കടകൾ പൂട്ടിയിട്ടുണ്ടെന്നാണ് മുമ്പിലത്തെ ഒരു അറിവ് പ്രകാരങ്ങളിൽ പൂട്ടിയിരുന്ന ഷട്ടർ പൂട്ടിക്കിടക്കുന്നത്. അപ്പോൾ അതിൽ ഒരുപാട് നിരന്തരം വ്യാപാരം ചെയ്ത വ്യാപാരികളുണ്ട്.
അപ്പോൾ വ്യാപാരം ചെയ്യാൻ പോകുന്ന ആൾക്കാരുണ്ട്, പുതിയ ഗൾഫിൽ നിന്ന് പിന്നെ പല പരിപാടികളും നിർത്തിവെച്ചിട്ട് പിന്നെ ഇവിടെ വന്ന ആൾക്കാരുണ്ട്. അവരൊക്കെ ഒരുപാട് സ്വപ്നങ്ങളും കൊണ്ട് ഇവിടെ വ്യാപാരത്തിലേക്ക് ഇറങ്ങിയ ആൾക്കാരാണ്. അവരെ സ്വപ്നങ്ങളിലും തകർത്തടിഞ്ഞുകൊണ്ട് ഓൺലൈൻ വ്യാപാരം പിന്നെ ദിനം പ്രതി പിന്നെ കൂടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്കൊന്നും ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ചെരുപ്പ് മുതൽ പിന്നെ സ്വർണം വരെ എന്ന് പറഞ്ഞ പോലെ പിന്നെ ഓൺലൈൻ വ്യാപാരം. അപ്പോൾ എങ്ങനെയാണ് ഇവിടുത്തെ വ്യാപാരികൾ പിടിച്ചു നിൽക്കുക? വലിയ പ്രയാസം അനുഭവിക്കുന്നുണ്ടല്ലോ. ഇതിനെതിരെ ശക്തമായ ഒരു സമരം തന്നെ സംഘടിപ്പിക്കേണ്ട. വ്യാപാരി സംഘടനയൊന്നും ഉണ്ടായിട്ടൊന്നും വലിയ കാര്യമൊന്നുമില്ല. വ്യാപാരികളുടെ സംഘടന ഈ വലിയ കുത്തക മുതലാളിമാരെ കൂടിയല്ലാതെ സാധാരണക്കാരെ തൊഴിലാളികളെ വെച്ച് പണിയെടുപ്പിക്കുന്ന പിന്നെ ഒരു 1-2 ലക്ഷം ഉറുപ്പ്യ പിന്നെ ചെലവിട്ട് കച്ചവടം ചെയ്യുന്ന കച്ചവടക്കാരെ കൂടെ പിന്നെ വലിയ വമ്പന്മാർക്ക് നിൽക്കാൻ പറ്റുമോ? രാഷ്ട്രീയക്കാരാണെങ്കിൽ വലിയ കുത്തക മുതലാളിമാരെ കൂടെയാണ്. സാധാരണക്കാരൻ്റെ കൂടെ ഇവർക്കൊന്നും നിൽക്കാൻ പറ്റില്ല. സാധാരണ ഇവർ തൽക്കാലം 2 ബോട്ട് കിട്ടുന്നല്ലാണ്ട് സാമ്പത്തികമായിട്ട് ലാഭങ്ങൾ പിന്നെ കിട്ടുന്നത് രാഷ്ട്രീയക്കാർക്ക് കിട്ടുന്ന വലിയ കച്ചവടക്കാരുടെ എന്നാണ്. നമ്മുടെയൊക്കെ എന്ത് ചെറിയ 10-50 റുപ്യ നാട്ടിലെ തെയ്യം ഉത്സവം കർമ്മ ഇതുപോലത്തെ കാര്യങ്ങൾക്കാണ് നമ്മുടെയൊക്കെ എന്ത് വരും. എല്ലാ കച്ചവടങ്ങളിലും ഇവിടുന്ന് ചെയ്യും. അതായത് പുറത്തുനിന്ന് ഓൺലൈൻ വ്യാപാരം ചെയ്യും. അവസാനം പിരിവിന് വേണ്ടിയിട്ട് 10-50 റുപ്യ വേണമെന്ന് പറയുമ്പോൾ നമ്മുടെയൊക്കെ വരും. പിന്നെ അത് മാത്രം ബസ് കാത്തുമ്പോൾ ഒരു 10 റുപ്യ ഇല്ലയെന്ന് പറഞ്ഞാൽ ഓടി വരുന്ന ഇതുവരെ കാണാത്തൊരു കച്ചവടക്കാരൻ്റെ ഒരു 10 റുപ്യ നോട്ടേന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇത്തരം സംവിധാനങ്ങളെല്ലാം നിൽക്കണ്ടെങ്കിൽ വ്യാപാരികൾ ഒന്നായിക്കൊണ്ട്, അതായത് ഇതിപ്പോൾ ഏകോപന സമിതിൻ്റെ സമിതിയുണ്ട്, മറ്റ് സംഘടനകളുണ്ട്. ഇതൊന്നും സംഘടനകളൊന്നും എന്തുണ്ടായിട്ടും കാര്യമില്ല. അപ്പോൾ നമ്മൾ വ്യാപാരികൾ ഒന്നടങ്കം അതായത് ഇത്തരം കാര്യങ്ങൾക്കെതിരെ ശക്തമായ ഒരു പോരാട്ടം സംഘടിപ്പിക്കേണ്ട സമയം അതിക്രമിച്ച് കഴിഞ്ഞു. ഒരു രക്ഷയില്ല. ഓൺലൈൻ വ്യാപാരത്തെ കൊണ്ട് ഒരു രക്ഷയില്ല. പിടിച്ചിക്കാൻ പറ്റുന്നില്ല. സത്യം പറഞ്ഞാൽ തോന്നി ഞാനല്ല ഇപ്പോൾ ഈ ടൗണിൽ ഇത് നിങ്ങൾ തൊട്ട് ഓപ്പോസിറ്റ് കാണുന്ന എൻ്റെ 4 കടകളുണ്ടായിരുന്നു. ഈ ഓൺലൈൻ വ്യാപാരം പിന്നെ കടന്നു കയറ്റത്തിൻ്റെ ഭാഗമായിട്ട് എനിക്ക് 3 കടകൾ ഒറ്റയടിക്ക് വീട്ടിൻ്റെ വന്ന് പിന്നെ വാടക കൊടുക്കാൻ പറ്റുന്നില്ല, കസ്റ്റമർ വരുന്നില്ല. ഇതെല്ലാം വീട്ടിൽ നിന്നെ കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ ഇതിനെതിരെ ഒരു പോരാട്ടം തന്നെ വ്യാപാരികൾ സംഘടിപ്പിക്കണം. ഈ നിലവിലെ സംഘടനകളെ കൊണ്ട് ഒരു ചുണ്ണാമ്പ് ചെയ്യാൻ കഴിയില്ല. ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ വിൽക്കുന്ന ഓൺലൈൻ കമ്പനികൾ വൻ ഓഫർ നൽകി കടന്നു വരുന്നതും സാമ്പത്തിക രംഗത്തെ മാന്ദ്യവുമാണ് ഇതിന് കാരണമെന്ന് ഒരാൾ ഇന്ത്യ കൺസ്യൂമർ പ്രൊഡക്ട്സ് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഫെഡറേഷൻ കേന്ദ്ര സർക്കാരിന് അയച്ച കത്തിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. സാധാരണ കച്ചവടക്കാർക്ക് നല്ലപോലെ ബാധിക്കുന്നുമുണ്ട്. ഓൺലൈനിൽ കിട്ടുന്ന പല സാധനങ്ങളും നമുക്ക് മാർക്കറ്റ് പൊതുവിപണിയിൽ കിട്ടാത്തതാണ്. അതുകൊണ്ട് തന്നെ അത് വിപണിയെ ബാധിക്കും. ഓൺലൈനിൽ പ്ലാറ്റ്ഫോമുകളുടെ വഴിവിട്ട കച്ചവട രീതിക്ക് തടയിട്ടില്ലെങ്കിൽ രാജ്യത്തെ ചില്ലറ വിൽപ്പന മേഖല പൂർണ്ണമായി തകരുമെന്നും അവർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകൾ കൂടുതലായും ലക്ഷ്യമിടുന്നത് മെട്രോ നഗരങ്ങളിലെ ഉപഭോക്താക്കളെയാണ്. വലിയ ഡിസ്കൗണ്ടുകൾ നൽകി വിപണി പിടിക്കുന്ന ഇത്തരം ന്യൂജൻ ബിസിനസ്സുകാരോട് മത്സരിക്കാൻ ചെറിയ മുതൽ മുടക്കിൽ നടത്തിവരുന്ന ചെറുകിട വ്യാപാര സ്ഥാപനങ്ങൾക്ക് സാധിക്കാതെ വരുന്നു. ഏർപ്പെടുത്തിയോടുകൂടി വ്യാപാര മേഖലയിലുള്ള കച്ചവടക്കാർക്ക് വളരെയേറെ ബുദ്ധിമുട്ടുകൾ നിലവിൽ ഉള്ള സാഹചര്യത്തിലാണ് ഈ GSTന്റെ വരവ് കൂടെ വന്നിട്ടുള്ളത്. മെട്രോ നഗരങ്ങളിൽ ഒരു വർഷത്തിനിടെ 90,000 കടകൾ പൂട്ടിപ്പോയെന്നാണ് കണക്കുകൾ. ഈ വിഷയം കേന്ദ്ര സർക്കാർ അതീവ ഗൗരവത്തോടെ എടുക്കുമെന്നും സംഘടന ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇ കൊമേഴ്സ് കമ്പനികളുടെ സാന്നിധ്യം ഉള്ളിടത്തെല്ലാം ചെറുകിട വ്യാപാര സ്ഥാപനങ്ങൾ വലിയ പ്രതിസന്ധിയാണ് നേരിടുന്നത്. അങ്ങനെ ഒരു ബിസിനസ് നടക്കുന്നതെന്ന് പറയുമ്പോൾ തന്നെ അത് എത്രത്തോളം നമ്മളെ ബാധിക്കേണ്ടതെന്ന് എല്ലാവർക്കും ശരിക്കും അറിയുന്ന കാര്യം തന്നെയാണ്. അത് ഒരുപാട് കാലങ്ങളായിട്ട് ഇതിനെതിരെ നമ്മൾ പ്രതികരിക്കുന്നുണ്ട്, അവർ നിർത്തലാക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇതുവരെ അതിന് ഇത് പറഞ്ഞ പോലെ ആരും മുന്നോട്ട് വന്നിട്ടില്ല. ഗ്രാമീണ മേഖലയിൽ മാത്രമാണ് വലിയ തോതിൽ ഇത് ബാധിക്കാത്തത്. ചെറുകിട കച്ചവട നടത്തിപ്പുകാരും ഉപഭോക്താക്കളും തമ്മിലുള്ള വ്യക്തിബന്ധങ്ങളും ഇതിന് കാരണമാകുന്നുണ്ട്. ചെറുകിട കച്ചവടം ഇല്ലാതാകുന്നതോടെ വൻതോതിൽ ഈ തൊഴിൽ മേഖല തകരുമെന്നും അത് രാജ്യത്തെ സാമ്പത്തിക നാശനഷ്ടവും തൊഴിലില്ലായ്മ നിരക്ക് വർധനയ്ക്ക് ഹേതുവായി മാറുകയും ചെയ്യുമെന്ന കാര്യത്തിന് അടിവരയിടുകയാണ് കേന്ദ്ര സർക്കാരിന് നൽകിയ കത്ത്. ഓരോ കമ്പനികളും ഓൺലൈനിൽ ചെയ്യുന്ന സാധനങ്ങൾ മറ്റ് സാധനങ്ങൾ കടയിൽ നിന്ന് വാങ്ങുന്നതിൻ്റെ പകുതി ക്വാളിറ്റിക്ക് കമ്പനിക്കാർ ഓൺലൈൻ വ്യാപാരികൾക്ക് അടിച്ചു കൊടുക്കുന്നു എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ആ സാധനങ്ങളാണ് ഓൺലൈനിൽ കിട്ടുന്നത്. വളരെയധികം വ്യത്യാസങ്ങൾ ഓരോ പ്രൊഡക്റ്റിലും നമുക്ക് രണ്ടും എടുത്ത് പഠിച്ചു നോക്കുമ്പോൾ കാണാൻ കഴിയുന്നുണ്ട്. അതിലുപരി ഈ നമ്മുടെ ഈ സാമ്പത്തിക സ്ഥിതി, നാട്ടിലെ പണം മുഴുവൻ ഒരു ചില ഭാഗങ്ങളിലേക്ക് മാത്രം കേന്ദ്രീകരിക്കപ്പെടുകയാണ്. അതായത് ഓൺലൈൻ വ്യാപാരം വഴി ഈ പണം ചില പ്രത്യേക മേഖലകളിലേക്ക് മാത്രം കേന്ദ്രീകരിക്കപ്പെടുന്നതിൻ്റെ ഫലമായിട്ട് നാടിൻ്റെ പുരോഗതി വളരെയധികം ബുദ്ധിമുട്ടിലാവും. അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലെ ഓരോ അങ്ങാടികളിലും ആയിരക്കണക്കിന് ആളുകൾ ജോലി ചെയ്യുന്ന സ്ഥലങ്ങളുണ്ട്. അവിടെയെല്ലാം ഓരോ ദിവസവും ഇല്ലാതായി വരുന്നു. അതിൻ്റെ ഫലമായിട്ട് നമ്മളുടെ ഓരോരുത്തരുടെയും വീടുകളിലേക്ക് വരുന്ന വരുമാനം ഇല്ലാണ്ടാവുന്നു. നമ്മുടെ തൊട്ടടുത്ത വീട്ടിലുള്ള ആളുകൾ പണിയെടുക്കാൻ പോകുന്നുണ്ടെങ്കിൽ അവരുടെ പണിയില്ലാതാവുമ്പോൾ അവർക്ക് ബുദ്ധിമുട്ട് വരുന്നു. അങ്ങനെ നമ്മൾ ഓരോന്ന് പഠിക്കുമ്പോൾ ഈ ഓൺലൈൻ വ്യാപാരം ശരിക്കും പറഞ്ഞാൽ ഒരു ക്യാൻസറാണ്. ഇത് നമ്മളുടെ നാടിനെ കാർന്ന് തിന്നുകൊണ്ട് പോവുകയാണ്. നാളെ ഒരിക്കൽ നമുക്ക് തിരിച്ചു വരാൻ പറ്റാത്തതുപോലെ വ്യാപാരികളെന്നുള്ള ഈ ഒരു സമൂഹം അതില്ലാണ്ടാവുകയും ഈ വ്യാപാരം ത്രൂ ജീവിക്കുന്ന ഒരുപടി സാധാരണക്കാർ
അവരില്ലാതാവുകയും ചെയ്യുന്ന ഒരു വലിയ ഒരു പ്രതിസന്ധി കാലഘട്ടമാണ് ഇനി വരും വർഷങ്ങൾ നമ്മൾ കാണാനിരിക്കുന്നത്. രാജ്യത്തെ മാത്രം ഗ്രസിച്ചു നിൽക്കുന്ന അപകടകരമായ അവസ്ഥയല്ലിത്. കേരളത്തിലും ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളുടെ കടന്നുകയറ്റവും വാടക കെട്ടിടങ്ങൾക്ക് 18% GST വർദ്ധിപ്പിച്ചതും സാമ്പത്തിക മാന്ദ്യമെല്ലാം ചെറുകിട വ്യാപാര സ്ഥാപനങ്ങളുടെ അടച്ചുപൂട്ടലിന് കാരണമായി മാറുന്നുണ്ട്. ദൈനംദിന ജീവിതത്തിന് പോലും വകയില്ലാത്ത ഒരവസ്ഥയിലേക്കാണ് കടന്നു വന്നത്. വാടക കൊടുക്കാൻ വേണ്ടി പറ്റുന്നില്ല. നമ്മുടെ ടൗണിലെല്ലാം സംബന്ധിച്ചിടത്തോളം ഡെയിലി വാടക ഉണ്ട്. 1000 ഡെയിലി വാടക, 500 രൂപ ഡെയിലി വാടക, ഇങ്ങനെ ഡെയിലി വാടക കൊടുത്തുകൊണ്ട് കച്ചവടം മുന്നോട്ട് കൊണ്ടുപോകുന്ന ആൾക്കാരുണ്ട്. പക്ഷെ നമുക്കൊന്നും കച്ചവടം കൊണ്ട് ഒരു രീതിയിലും രക്ഷപ്പെടാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. അതിന് പ്രധാനപ്പെട്ട കാരണം ഓൺലൈൻ ബിസിനസ്സാണ്. കഴിഞ്ഞ കൊറോണ ടൈം തൊട്ടിട്ട് ഇങ്ങോട്ടുള്ള സമയങ്ങളിൽ ഓൺലൈൻ ബിസിനസ് അതിപ്രസരമായി കൊണ്ടിരിക്കുകയാണ്. കാരണം വെച്ചാൽ നാട്ടിൽ എല്ലാ ഉപ്പ് തൊട്ട് കൽപ്പൂരം വരെ, മുട്ടുസൂചി വരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടക്ക, പായ്, കട്ടില് എന്ന് വേണ്ട എല്ലാ സാധനങ്ങളും ഓൺലൈനിലൂടെ വീടുകളിൽ എത്തിച്ചു കൊടുക്കുന്ന ഒരു അവസ്ഥയാണ്. ഇത് അധികൃതർ കണ്ണു തുറന്നിട്ട് കച്ചവടക്കാരെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്തിട്ടില്ലെങ്കിൽ കച്ചവടക്കാരൻ ആത്മഹത്യയുടെ വക്കിലാണ് ഇപ്പോൾ നിലവിൽ നിൽക്കുന്നത്. ഒരുപാട് കച്ചവടക്കാർ ആത്മഹത്യ ചെയ്ത് പോയി കഴിഞ്ഞു. കാരണം വെച്ചാൽ കടം പെരുകി നിക്കക്കള്ളിയില്ലാത്ത ഒരു അവസ്ഥയിലേക്കാണ് കച്ചവടക്കാർ വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, അധികൃതര്, ഗവൺമെന്റ്, ഇതിന്റെ കേന്ദ്ര ഗവൺമെന്റും കേരള ഗവൺമെന്റും ഈ അനധികൃത കച്ചവടം, അതായത് വാടക കൊടുക്കാണ്ട് നമ്മള് കൊറോണ ഉണ്ടാകുന്ന പ്രളയം ഉണ്ടാകുന്ന സമയത്ത് ജനങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുന്ന സമയത്ത് കച്ചവടക്കാർ പിരിവ് കൊടുക്കുന്നുണ്ട്. നേരെ മറിച്ച് ഓൺലൈൻകാർ ഒരു പിരിവും കൊടുക്കുന്നില്ല. അവര് വലിയ വിലക്ക് സാധനങ്ങൾ വിറ്റ് പോവുകയാണ്. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ മുമ്പിൽ ആര് വന്ന് പിരിവിന് വന്നു കഴിഞ്ഞാലും, ആര് സഹായത്തിന് വന്നു കഴിഞ്ഞാലും നമ്മൾ സഹായം കൊടുക്കുന്നുണ്ട്. അവരെ നമ്മൾ കച്ചവടം ഇല്ലാഞ്ഞാലും മുടക്കുന്നില്ല. അതാണ് കച്ചവടക്കാരന്റെ ഇന്നത്തുള്ള സാഹചര്യം. അതുകൊണ്ട് ഈ കേന്ദ്ര ഗവൺമെന്റും അതുപോലെ കേരള ഗവൺമെന്റും എല്ലാ ഗവൺമെന്റുകളും നമുക്ക് കച്ചവടക്കാരെ സഹായിക്കാൻ വേണ്ട നടപടി സ്വീകരിക്കണമെന്നാണ് പറയാനുള്ളത്. കച്ചവടക്കാരെ സഹായിക്കാനുള്ള നടപടി സ്വീകരിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് കച്ചവടക്കാര് ആത്മാർത്ഥയുടെ വക്കിലാണ്, എല്ലാവരും ആത്മാർത്ഥ ചെയ്യേണ്ട അവസ്ഥയിലാണുള്ളത്. നമ്മുടെ മക്കളെ കല്യാണം, അതുപോലെ തന്നെ ഒരുപാട് ആവശ്യങ്ങൾ കച്ചവടക്കാർക്കുണ്ട്. നമ്മൾ രാവിലെ തൊട്ട് കട തുറക്കാൻ വേണ്ടിയിട്ട് വരുന്നത് വലിയ പ്രതീക്ഷയോടുകൂടിയാണ്. ആ പ്രതീക്ഷ നമുക്ക് നിറവേറ്റാൻ പറ്റുന്നില്ല. നമ്മുടെ കുടുംബം പോറ്റാനുള്ള അവസ്ഥ നമുക്ക് കിട്ടുന്നില്ല. അതുകൊണ്ട് വേണ്ട നടപടി ഈ ഗവൺമെന്റും മറ്റ് അധികാരികളും സ്വീകരിക്കണമെന്നാണ് വിനീതമായിട്ട് അഭ്യർത്ഥിക്കാനുള്ളത്. കണ്ണൂർ ജില്ലയിൽ മാത്രം ഒരു വർഷം 400-ലേറെ സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടുന്നുണ്ടെന്നാണ് വ്യാപാരി സംഘടനാ ഭാരവാഹികൾ ചൂണ്ടിക്കാട്ടുന്നത്. പുതിയ സംരംഭങ്ങൾ തുടങ്ങാനും സംരംഭകർ രംഗത്തു വരാത്ത സാഹചര്യമാണുള്ളത്. പരമ്പരാഗതമായി നടത്തിക്കൊണ്ടുപോകുന്നവർ മാത്രമാണ് ഈ രംഗത്തുള്ളത്. അവർ തന്നെ നാളെ എല്ലാം ശരിയാകുമെന്ന പ്രതീക്ഷയിലാണ് കടക്കണിയിൽ കഴിയുമ്പോഴും മുന്നോട്ടു പോകുന്നത്. ചെറുതായാലും വലുതായാലും തങ്ങളുടെ ഓരോ ആവശ്യങ്ങൾക്കു വേണ്ടിയും നാം നേരിട്ട് സമീപിക്കുന്നവരാണ് ചെറുകിട വ്യാപാരികൾ. അത്തരത്തിലുള്ള സമീപനം സാധ്യമാക്കിയാൽ മാത്രമേ അവരുടെ അതിജീവനം സാധ്യമാവുകയുള്ളൂ. ന്യൂസ് ടുഡേ വിഷൻ, കണ്ണൂർ.